ഇവിടെ മാഗിയെ കൊല്ലാനായിട്ട് ഒരു കാലൻ വന്നു. അവളുടെ മണ്ടയ്ക്ക് അടിക്കാൻ ആങ്ങി ഓങ്ങി വന്നപ്പോഴത്തിനും മഴുവിന്റെ മുന നേരെ വളഞ്ഞുപോയി. മാഗി ആ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാലൻ അതാ മുന്നിൽ നിൽക്കുന്നു. കാലനാണെങ്കിൽ പണി 18 എടുത്ത് കോടാലി ശരിയാക്കാൻ നോക്കുകയാണ്. മാഗി കാലന്റെ അടുത്തേക്ക് വരികയാണ്. കാലൻ ഇത് കണ്ടപ്പോൾ പേടിയായി. കാലൻ ബേസിക്കലി ഒരു ഇൻവേർട്ടർ ആണ്. പെണ്ണെ ഇതൊന്ന് ശരിയാക്കട്ടെ, തേങ്ങ ശരിയാവുന്നോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മാഗി അതൊന്ന് തൊട്ടു. അപ്പോഴേക്കും അത് പൊടിഞ്ഞു പോവാൻ തുടങ്ങി. ഈ പെണ്ണ് ആകെയുള്ള കോടാലിയും നശിപ്പിച്ചല്ലോ. ചെറുതായി ഒന്ന് വളഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയത് വാങ്ങാൻ കാശുമില്ലല്ലോ. നിന്നോട് ആരാത് തൊടാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് കാലൻ പിണങ്ങി പോവാണ്. പെട്ടെന്ന് മാഗി അങ്കിൾ എന്ന് വിളിച്ചു. കാലൻ ഞെട്ടിപ്പോയി. അങ്കിളോ? ഞാനോ? എന്നെ കണ്ടാൽ അങ്കിളൊക്കെ ആയി തോന്നുമോ എന്നൊക്കെ വിചാരിച്ച് തിരിഞ്ഞു നോക്കി. അവസാനം മാഗി എങ്ങോട്ടേക്കോ കാലനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാലനേക്കാൾ സ്പീഡിൽ നടക്കാൻ നോക്കുകയാണ് മാഗി. ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം മാഗി വീഴുന്നുണ്ട്. അത് കണ്ട് കാലനൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറെ നടന്ന് ഒരു ഗുഹയിലെത്താണ് രണ്ടുപേരും കൂടെ. അവിടെ വന്ന് ഒരു കോടാലി പിടിച്ചിരിക്കുന്ന പ്രതിമയെ അവൾ കാണിച്ചു കൊടുത്തു. കാലനാണെങ്കിൽ അവളെ ചീത്ത പറയാൻ തുടങ്ങി. ഈ പൊടി പിടിച്ച പുരാതന വസ്തു കാണിച്ചു തരാനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അവസാനം അത് എടുക്കാൻ പോയി. അത് എടുത്ത് ഒന്ന് നിലത്ത് കുത്തിയതും പൊടിയൊക്കെ പോയി നല്ല മൂർച്ചയുള്ള ഒരു കോടാലിയായി മാറിക്കഴിഞ്ഞു. അത് മാഗി എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും ആ കോടാലി വെച്ച് അവളെ തന്നെ അടിക്കാനായി കാലൻ ആ കോടാലി ഉയർത്തി. പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യൂ.